വെള്ളക്കെട്ട് രൂക്ഷമായ ആറന്മുളയിൽ കനത്ത ജാഗ്രത. മൂഴിയാർ ഡാമിലെ വെള്ളമാണ് ആറന്മുളയിലേക്ക് ഒഴുകിയെത്തിയത്. രാവിലെ 15 സെന്റിമീറ്റർ തുറന്ന ഡാമിന്റെ ഷട്ടർ 10 സെന്റിമീറ്ററാക്കി കുറച്ചു. കൂടുതൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. കൊല്ലത്ത് നിന്ന് മത്സ്യബന്ധന ബോട്ടുകളും എത്തിച്ചാണ് രക്ഷാപ്രവർത്തനം. ആറന്മുളയിൽ നിന്ന് എം മനോജ് ചേരുകയാണ്. മനോജ്, ഈ പ്രളയ സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മഴ കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ടിന് കുറവില്ല. വീടുകൾ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മാത്രവുമല്ല, ആറന്മുളയിൽ കനത്ത ജാഗ്രത നിലനിൽക്കുകയും ചെയ്യുന്നു. വിവരങ്ങൾ. നീലിമ, ഡാമിൻ്റെ ഷട്ടർ 15 സെൻറ്റിമീറ്ററിൽ നിന്നും 10 സെൻറ്റിമീറ്ററാക്കി കുറച്ചെങ്കിലും ഇപ്പോഴും ഇവിടേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത് തുടരുകയാണ്. ഈ ഭാഗത്ത്, അതായത് ആറന്മുള ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ റോഡ് മുഴുവൻ വെള്ളമാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു. ഈ ഭാഗത്ത് നിന്നെല്ലാം ആളുകളെ ഈ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നു. NDRFിൻ്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, മത്സ്യത്തൊഴിലാളികൾ, സേവാഭാരതി പോലുള്ള സന്നദ്ധ സംഘടനകൾ എല്ലാവരും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ ഭാഗത്തുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊല്ലത്ത് നിന്നും എത്തിച്ച ബോട്ടുകളാണ്. അവരൊക്കെ ഒരു ഭാഗത്തേക്കൊക്കെ പോയി വന്ന ബോട്ടുകൾ ഇവിടേക്ക് ഒതുക്കി ഇട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മറുഭാഗത്ത് ഇനിയും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതേസമയം തന്നെ മറ്റൊരു വാർത്ത വരുന്നത് ഈ പന്തളത്ത് കരിങ്ങാലി പുഞ്ചയിൽ നീന്തുന്നതിനിടെ മുങ്ങിപ്പോയ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. മുടിയൂർക്കോണം ചെറുമല സ്വദേശിയായിട്ടുള്ള 32 വയസ്സുകാരൻ ലെനിൻ മുരളിയാണ് മരിച്ചത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച്, അതായത് പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. റാന്നിയിൽ ഇപ്പോഴും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ആറന്മുളയിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എവിടേക്ക് നോക്കിയാലും വെള്ളമാണ്. ഏത് വീടുകളായാലും, അതായത് ഇതിന് പുറകിലേക്കുള്ള ഏത് വീടുകളിലും വെള്ളമാണ്. അപ്പോൾ ഒരുപാട് പേർ സ്വന്തം വീടുകളിൽ നിന്ന് പോകാൻ മടി കാണിക്കുന്നുണ്ടെങ്കിലും അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ചിലയിടങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ പന്തളം റോഡാണ്. അതായത് ഈ അടൂർ പന്തളം റൂട്ടിലേക്ക് പോകുന്ന റോഡ്. ഈ റോഡിലെ തുടക്കമെന്ന് പറയുന്നത് ഈ വെള്ളം കയറിയിരിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ ചെറുവള്ളങ്ങളടക്കം കൊണ്ടിട്ടിട്ടുണ്ട്, ബോട്ടുകൾ കൊണ്ടിട്ടിട്ടുണ്ട്. ഇവിടെ നിന്നും വേണം ഉള്ളിലേക്ക് പോകാൻ. കൂടുതൽ ഉള്ളിലേക്ക്, ഉൾപ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വീടുകളടക്കം വെള്ളത്തിൽ മുങ്ങിയ ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഈ ഭാഗത്തു കൂടെ ചെറിയ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇട റോഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അപ്പോൾ ഡാമിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം, അതായത് നമ്മൾ കണ്ടതാണ് ആദ്യം റാന്നിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളം കയറിയെങ്കിൽ അത് പിന്നീട് ആറന്മുളയിലേക്ക് എത്തുന്നു. ആറന്മുളയിൽ വലിയ തരത്തിൽ ഒരു ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ അന്ന് നിന്നിരുന്ന സ്ഥലങ്ങളിലേക്ക് ഇന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയധികം വെള്ളം ഈ ഭാഗത്തേക്ക് ഒഴുകി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം ഇനിയും വീടുകളിൽ നിൽക്കുന്നവരെയൊക്കെ തിരികെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ശരി മനോജ്, പ്രളയ സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിലനിൽക്കുന്നത്. ആറന്മുളയും റാന്നിയും അവിടെ ഭീതി ഒഴിയുന്നില്ല. മനോജാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.